ഇത്രയും റിസൾട്ട് വന്നിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന രീതിയിൽ പറയുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും UDFിൻ്റെ ഒരു വലിയ തരംഗമാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ബഹുഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകളും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും അതുകൂടാതെ ഇന്ന് ആ മുന്നേറ്റത്തിൽ UDF ഏറ്റവും മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. UDFിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സമയത്തും വേണ്ട തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ പരസ്പരം യാതൊരു വിധത്തിലുള്ള ഒരു കൂട്ടായ്മ ഇല്ലാതെ വരാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് UDFിന് ഇതുപോലെ ഒരു വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. UDF കൺവീനർ എന്നുള്ള നിലയിൽ ഒരു യോഗം വിളിച്ചുകൂട്ടാൻ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ എങ്കിലും ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് താഴെ തട്ടിലും അത്തരത്തിലുള്ള യോഗങ്ങൾ വിളിച്ചു കൂട്ടണം എന്ന നിർദ്ദേശങ്ങൾ നൽകി എന്നതിൻ്റെ ഒരു പ്രത്യേക ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളോട് കാണിച്ച എല്ലാ സഹായങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും അവരോടുള്ള നന്ദി UDF കൺവീനർ എന്നുള്ള നിലയിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല മാധ്യമ സുഹൃത്തുക്കളും ഞങ്ങളെ അക്കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു പൊതുപ്രവർത്തകരാണ്. ഇന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങളും ഞങ്ങൾ ഉയർത്തിയ കാര്യങ്ങളും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി എല്ലായിടങ്ങളിലും എല്ലാ ജില്ലകളിലും പോകുമ്പോൾ ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ആ വിഷയത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോക്കം പോകുന്നില്ല എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും അത് ആ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഇന്ന് പുറത്തു വരിക മാത്രമല്ല, 2 പ്രസിഡന്റുമാർ ഇന്ന് ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഒപ്പം പല ഉദ്യോഗസ്ഥന്മാരും അവരോടൊപ്പം അവിടെ ജയിലിൽ കിടക്കുകയാണ്. മാത്രമല്ല ഇനിയും പോകേണ്ടവരായിട്ടുള്ള നിരവധി ആളുകൾ ഉണ്ട് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനെ കൂട്ടുനിന്നിട്ടുള്ള മുൻ മന്ത്രിമാരുണ്ടാകാം, ഇപ്പോഴത്തെ മന്ത്രി ഉണ്ടാകാം, അവരൊക്കെ തന്നെ ജയിലിലേക്ക് പോകേണ്ടതായി വരും എന്നുകൂടി കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തൽ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇത്രമാത്രം ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാനുള്ള അവസരം കേരളത്തിലെ ജനങ്ങൾ എല്ലാ ജില്ലകളിലും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവരോടെല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകിച്ച് പറയുവാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ദിവസം പോലും കോൺഗ്രസ് നേതാക്കൾ രൂക്ഷമായ ഭാഷയാണ് മുഖ്യമന്ത്രി പ്രത്യേകിച്ച് ലൈംഗിക വൈകൃതമുള്ളവരാണ് കോൺഗ്രസ് നേതാക്കൾ എന്നൊക്കെ പരാമർശിച്ചത്. അതിനെതിരെ വിധി കൂടിയാണല്ലോ. അല്ല, എന്തായാലും മുഖ്യമന്ത്രി ഇത്തരത്തിൽ വൈകൃതത്തെക്കുറിച്ച് അദ്ദേഹം പ്രതികരിക്കും എന്ന് വാസ്തവത്തിൽ ഞങ്ങളാരും പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞാനും കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞു വൈകൃതമുള്ള ആളുകൾ തന്നെയാണ് എന്ന് പറഞ്ഞു. എങ്കിലും കേരളത്തിലെ UDFിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും ഏത് തരത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടിക്കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പരാമർശം വോട്ടർമാർ തള്ളി എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രതിഫലനമാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ വന്ന റിസൾട്ട് എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന് ഞങ്ങൾ, അത് UDFിൻ്റെ ചെയർമാൻ ആയിക്കോട്ടെ, അതേപോലെ KPCCയുടെ പ്രസിഡന്റ് ആയിക്കോട്ടെ, മറ്റ് മുതിർന്ന നേതാക്കന്മാർ എല്ലാവരും തന്നെ, UDFിൻ്റെ തന്നെ മുതിർന്ന നേതാക്കന്മാർ എല്ലാവരും തന്നെ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ്, ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും UDFിന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം
കേരളത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞത് UDFന്റെ മുഴുവൻ ആളുകളും പറഞ്ഞിട്ടുള്ളതാണ്, മുഴുവൻ നേതാക്കന്മാരും പറഞ്ഞിട്ടുള്ളതാണ്. അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായിരിക്കും. താങ്കൾ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് തന്നെ താങ്കൾക്കെതിരെയുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. താങ്കളെ ഒറ്റപ്പെടുന്ന രീതിയിലേക്ക് ആരോപണങ്ങൾ വന്നിരുന്നു. ഫോൺ എടുത്തോട്ടെ. എത്ര ജയിച്ചു? ശരി. ശരി. എല്ലാ സന്തോഷ വാർത്തയല്ലേ? അപ്പൊ താങ്കൾ തെരഞ്ഞെടുപ്പിൽ 2 ദിവസത്തിന് മുന്നേ താങ്കളെ ഒറ്റതിരിഞ്ഞില്ല, താങ്കളൊരു പ്രസ്താവന കാര്യം വളച്ചെടുത്താണ് താങ്കൾ പറഞ്ഞു. എന്നാൽ പോലും അത് താങ്കളെ ഒരു ഒറ്റതിരിഞ്ഞ് LDF ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ എൻ്റെ സ്ഥലത്ത് ഞാനൊരു പാവപ്പെട്ട UDF കൺവീനറാണ് എന്ന് നേരത്തെ തന്നെ ഞാനത് പറഞ്ഞു. അപ്പോൾ അഭിപ്രായങ്ങൾ പറഞ്ഞുകൂടാ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കുക. എന്നോട് തീർച്ചയായിട്ടും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് തീർച്ചയായിട്ടും 26 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നോടിയാണിത്. അതിൽ എനിക്ക് ഒരു പ്രത്യേക അഭിപ്രായം UDFന്റെ പാർട്ടി പ്രവർത്തകരോട് പറയാനുള്ളത്, വിജയം നമ്മൾക്കെപ്പോഴും ഇന്നിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആ സുനിശ്ചിതമായ വിജയം നമ്മൾ ആഘോഷിക്കണം. പക്ഷേ അത് അഹങ്കാരത്തോടുകൂടി നമ്മൾ പോകാൻ പാടില്ല. വരാൻ പോകുന്ന 26 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതേ റിസൾട്ട് തന്നെ കേരളത്തിലുടനീളം ഉണ്ടാക്കിയെടുക്കാനുള്ള അവസരം ഒരുക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരായ UDFന്റെ പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും കടമയും ഉത്തരവാദിത്വമാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.